പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വീണ്ടും ഒരിക്കൽ കൂടെ നമ്മുടെ പുതിയ പോഡ്കാസ്റ്റ് സീരീസിലേക്ക് നിങ്ങളെ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുല സ്നേഹ വന്ദനങ്ങളെ അറിയിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ബറാക്കാസ് ലൈഫ് ഫ്രം ഹാർട്ട് ടു സോൾ. ഇന്ന് ഈ എപ്പിസോഡിലും നമ്മോടൊപ്പം കർത്താവിൻ്റെ പ്രസിദ്ധനായ, കർത്താവിൻ്റെ അഭിഷക്തൻ, കർത്താവിൻ്റെ താലന്തുള്ള, ക്രിസ്തീയ ഗോളത്തിൽ അനേക പാട്ടുകൾ, അനേക ഗാനങ്ങൾ എഴുതി അനേകർക്ക് പ്രചോദനം നൽകുന്ന അഭിഷക്ത ദേവദാസൻ പാസ്റ്റർ ഗിഫ്സൺ തുരൈ തന്നെയാണ്. ഇന്ന് എന്നോടൊപ്പം അക്കൗസ്റ്റിക് ഗിറ്റാറിൽ ബ്രദർ ഡെനിലോ ഡെന്നിസും അതുപോലെ ലീഡ് ഗിറ്റാറിൽ ബ്രദർ സോബിനുമുണ്ട്. വീണ്ടും ഒരു എപ്പിസോഡിൽ നിങ്ങളോട് ഒരുമിച്ച് നമുക്കായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിച്ച കൃപയ്ക്ക് നന്ദി പറയുന്നു. എന്തുകൊണ്ടാണ് മലയാളത്തിൽ നിന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. ഒരുപാട് പേര് കഴിഞ്ഞ 2 എപ്പിസോഡ് ഇംഗ്ലീഷിലായതുകൊണ്ട് പാസ്റ്റർ ഗിഫ്സൺ തുരൈയുടെ മലയാളം കൂടെ ഒന്ന് കേൾക്കണമെന്ന് എല്ലാവർക്കും ഒരു ആഗ്രഹം. ചില മലയാളം പാട്ടുകൾ കേൾക്കണമെന്ന് പാടണമെന്ന് എല്ലാവരും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ എപ്പിസോഡ് ഞങ്ങൾ മലയാളത്തിൽ ചെയ്തിരിക്കുന്നത്. പാസ്റ്റർ, ഈ എപ്പിസോഡിലേക്ക് ഉങ്ങൾക്ക് വണക്കം. നന്ദി. സോ മച്ച് പാസ്റ്റർ. കഴിഞ്ഞ 2 എപ്പിസോഡും വളരെ അനുഗ്രഹിക്കപ്പെട്ട എപ്പിസോഡ്സ് ആയിരുന്നു. അത് കണ്ടവർ ഒരുപാട് പേര് ഒത്തിരി അഭിപ്രായങ്ങൾ, ഒത്തിരി പോസിറ്റീവ് ഫീഡ്ബാക്സ് നൽകി. അവർക്ക് അവരുടെ പാസ്റ്ററിൻ്റെ സാക്ഷ്യം, പാസ്റ്റർ എങ്ങനെയാണ് പാട്ടുകൾ എഴുതിയത്, അത് ഒത്തിരി പേർക്ക് പ്രചോദനമായി. ഒരുപാട് മ്യൂസീഷ്യൻസ് ആകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് യൂത്ത്സ് നമ്മളെ കാണുന്നുണ്ട്. അവർക്കൊക്കെ പാസ്റ്ററിൻ്റെ എക്സ്പീരിയൻസ്, ടിപ്സ് വളരെ പ്രയോജനപ്പെട്ടു. അതിന് ഒരിക്കൽ കൂടെ തൻ്റെ തിരക്കിട്ട ശുശ്രൂഷ ജീവിതത്തിൻ്റെ ഇടയിൽ ഞങ്ങളെപ്പോൾ ഒരു എളിയ കൂട്ടായ്മയിൽ വന്ന് സമയം ചെലവഴിച്ചതിനുള്ള നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കും. എനിക്ക് ഭയങ്കര വളരെ സന്തോഷം ഇവിടെ ഇരിക്കുന്നത്. താങ്ക് യു സോ മച്ച് പാസ്റ്റർ. പാസ്റ്റർ വന്നിരിക്കുന്ന സഭ ഞങ്ങളുടെ ബറാക്ക ക്രിസ്ത്യൻ ഇന്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന് പറഞ്ഞ ദൈവസഭയും സംഗീതത്തിൽ ഒട്ടും പുറകിലല്ല. ഞങ്ങളുടെ സഭയിലും പാട്ടുകൾ എഴുതുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ തന്നെ അനേക പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സഭയിലെ അസിസ്റ്റ് ചെയ്യുന്ന പാസ്റ്റേഴ്സ്, അതായത് പാസ്റ്റർ ബ്രൈറ്റ് എബ്രഹാം, അദ്ദേഹം ഒരു നല്ല പാട്ട് എഴുതുന്ന, സംഗീതം പറഞ്ഞ അദ്ദേഹത്തിന്റെ പാട്ട് അങ്ങേപ്പോലെ ദൈവമേ എന്നുള്ള പാട്ട് ഇപ്പൊ തന്നെ ഒരുപാട് പേര് പാടുകയും ആരാധിക്കുകയും ചെയ്ത് പാസ്റ്റർ കേട്ട് കാണുമായിരിക്കും. മാത്രമല്ല, എൻ്റെ ഇടത്തുവശത്തിരിക്കുന്ന ആള് ചെറിയ പുള്ളിയൊന്നും അല്ല. അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഒരുപാട് ഫേമസ് ആണ്. ഡെനിലോ ഡെന്നിസ് ഈണം നൽകിയ പാട്ടാണ് യാഹേ. എനിക്കൊന്ന് യാഹേ പാടാത്ത ഒരു ഞാനും പാടിയിട്ടുണ്ട്. കാനഡ കൊറേ ക്രൂസേരിന് ഞാൻ യാഹേ പാടി. ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നപ്പോ തന്നെ ഞാൻ ഫസ്റ്റ് കണ്ടു. താങ്ക് യു സോ മച്ച് ഡെനിലോ. ഞങ്ങൾ ഡെനിലോ വെച്ച് ഇതുപോലൊരു സെഷൻ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ വിശാലമായി. ഡെനിലോ ഡെന്നിസ് അതുപോലെ തന്നെ പാട്ട് എഴുതുന്നു. ഒരുപാട് പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഈണം നൽകിയിട്ട്. ഇപ്പോഴും അനേകരുടെ ഗാനങ്ങൾക്ക് അദ്ദേഹമാണ് പിന്നിൽ ഈണം നൽകുന്നത്. പലർക്കും അറിയത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ചർച്ചിൽ പാസ്റ്റർ അന്ന് വന്നപ്പോൾ അവിടെ ലാപ്ടോപ്പ് ഓപ്പറേറ്റ് ചെയ്ത ഒരു താടി വെച്ചൊരു പയ്യൻ, വിജയ് ബേസിൽ, അദ്ദേഹവും പാട്ട് എഴുതുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒരു പാട്ട് യേശുവേ ആരാധ്യൻ, യേശുവേ അത് ഒരു ഫേമസ് സോങ് ആണ്. അദ്ദേഹം ആ പാട്ട് എഴുതി. അതുപോലെ തന്നെ ആ അഭിഷേകം ഇങ്ങനെ ഒഴുകി ഞങ്ങളുടെ രണ്ടാമത്തെ അസിസ്റ്റന്റ് പാസ്റ്റർ ലെനീഷ് രാജൻ, അദ്ദേഹം കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് തന്റെ പാട്ട് എഴുതി. അങ്ങനെ ഒരുപാട് പാട്ടുകൾ എഴുതുന്ന ഒരു സഭയിലാണ്. നിങ്ങളുടെ ചേർച്ചിക്ക് ഞാൻ ഒരു പേര് വെച്ചിട്ടുണ്ട്, ഹൗസ് ഓഫ് ഡേവിഡ്സ്. ഞങ്ങളത് റിസീവ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് പാസ്റ്ററിന്റെ കഴിഞ്ഞ ആഴ്ചത്തെ ശുശ്രൂഷകൾ, ആരാധനയും വചനവും എനിക്കിപ്പോൾ വരുമ്പോൾ കൂടെ ഞാൻ ഒരാൾ ഇങ്ങനെ വിളിച്ച് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ലതായിരുന്നു. ഞാൻ വെയിറ്റ്, ഞാനൊരു മീറ്റിങ്ങിന് കടന്നു പോവുകയാണ്. ഇന്നലത്തെ സെഷൻ വളരെ ബ്ലെസ്ഡ് ആയിരുന്നു. കഴിഞ്ഞ സൺഡേയിലെ സെഷൻ. അതുകൊണ്ട് നമ്മുടെ ചർച്ചിലെ നമ്മുടെ പാട്ടുകൾ അറിയുന്ന ആളുകൾ പാസ്റ്റർ മലയാളത്തിൽ പാടണമെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. പാസ്റ്റർ ആ ഒരു ചാലഞ്ച് ഏറ്റെടുക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് മറ്റു പാട്ടുകളൊന്നും വേണ്ട, നമ്മുടെ സഭയിലെ തന്നെ പാട്ടുകൾ പാടിയാൽ കാണുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് ഒത്തിരി സന്തോഷമായിരിക്കും. ഞാൻ ആദ്യം ഒരു തമിഴ് സാബുചേരിയൻ പാസ്റ്റർ എഴുതിയ പാട്ട് തന്നെ ഒന്ന് തമിഴിലെ ഞാൻ പാടാം. അത് തുടർന്ന് നമുക്ക് യാഹേ ഞാൻ പാടാം. എന്റെ പാട്ട് മറ്റേ ഇത്രയും സ്നേഹിച്ചാൽ അത് ഞാൻ ഫസ്റ്റ് ബെന്നി ജോഷുവെ കൊണ്ട്. വെരി നൈസ്, ഐ ഹേർഡ് ദാറ്റ്. ഞാൻ ആദ്യം തമിഴിലെ പാടിയ പിന്നെ സാറ് അത് മലയാളത്തില് കണ്ടുകാരനല്ല, സഹിക്കാൻ കഴിയുന്നവർക്ക് ഇത് കാണാം. തുടർന്ന് താങ്ക് യു. இவ்வளவு
நேசித்தால் போதாது, உம்மை இவ்வளவும் ஆராதித்தால் போதாது, இவ்வளவு நேசித்தால் போதாது, உம்மை இவ்வளவும் ஆராதித்தால் போதாது. எனக்குள்ளதை விட என் ஜீவனை விட உம்மை நேசிப்பதே என் ஆசை. எனக்குள்ளதை விட என் ஜீவனை விட உம்மை நேசிப்பதே என் ஆசை. இயேசுவே பாத்திரரே, இயேசுவே பாத்திரரே, இயேசுவே பாத்திரரே, இயேசுவே പാത്തിരരേ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. യാഹേ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇനി മലയാളികളുടെ ഇടയിലും അനേക വാതിലുകൾ, അനേക വേദികൾ, അനേക ശുശ്രൂഷകളുടെ വാതിലുകൾ കർത്താവ് തുറക്കട്ടെ. തമിഴ്നാട്ടിൽ മാത്രമല്ല, മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരു വർഷിപ്പ് ലീഡറായി, ശുശ്രൂഷകനായിട്ട് ആമേൻ കർത്താവ് പ്രിയ ദേവദാസനെ ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു വാക്കും കൂടെ പാസ്റ്ററിന്റെ അൺയൂഷ്വൽ എന്ന ആ പ്രോഗ്രാം, ഫ്യൂച്ചർ പ്രോഗ്രാംസിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞാൽ അതുകൂടെ கேட்டதிന് ശേഷം നമുക്ക് அமினி ശുശ്രൂഷ விட. இப்போ நம்ம பார்த்த மாதிரி எத்தனையோ பாடல் எழுதுகிற ஆசிரியர்களும் பாடல் எழுதுகிற நல்ல யூனோ வர்ஷிப்பர்ஸும் டேலண்ட்டும் இப்போ அங்கங்க மறைஞ்சிருக்கிறாங்க. எனக்கு ஆசை வந்து இவங்க எல்லாம் ஒன்னா கூடி வந்தா அது எத்தனை நல்ல ஒரு இதுவா இருக்கும் അല്ലേ. I want to arrange conferences where songwriters would come together. ഇപ്പോൾ നമുക്ക് വെസ്റ്റില് കുറെ ആൾക്കാർ, all people, you know, like Chris Tomlin and Brandon Lake, all these people, they come together to write songs. അങ്ങനെയുണ്ടല്ലേ. Right, even in Charlie Kirk's funeral, you know this song Holy Forever. You know, that was song. You see, all the ambassadors of God as worshippers, they came together. So I want to create such an opportunity in Tamil, Kerala, Andhra, and even among the North Indian people as well. So when we come as a body of Christ together,
in unity there is so much strength. Amen. Not just for songwriters, unusuals nu parayumbo I want creatives as well. Namakku Bezalel nu parna oru there is one ordained anointed creator. ജ്ഞാനാത്മാവുള്ള. Absolutely right. So he worked in spirit of excellence, and I want such kind of people to come together, when they are doing a podcast or when they are doing a songwriting session together, and when they are playing instruments with perfection. I believe there will be something glorious that will birth from there. Amen. And I Danilo, I just met him in Abu Dhabi only this week, but I was blessed by this song the past 2 years, right? Amen. I want to bring this kind of songwriters on a platform where they will have no limit or cap to what they are writing. Amen. And I've been asking a lot of patrons to fund this project of Unusuals, because as when it's a hard task to just myself fund this project, because there are Korea songwriters, Korea talents, Unusuals la varna talents lam mainstream talents alla. Okay. If you see the session people, they are coming on board, they are not famous musicians. Okay. They are all people like us. There was one guy called Samuel Katta. He was playing in one Andhra village in a very small studio. We brought him to light to a lot of people. And there was Heben, from Kerala, who came on board. And now we have so many other guitarist children who are coming. There was one person called Phineas Paul. He was only 18 years old. Amen. And when he touched the guitar, we used to feel, the presence of God, like anything. Like, why is this small child hidden? Amen. And now he's playing in one of the toppest churches in Chennai. That's great. So, right. Glory to God. Yes, and Unusual was a platform. They recognized him. Like, okay, there's a solid talent in this child. Okay. So we want to create that bridge between churches and these talents, to use them for them, their talents to be stewarded towards God. Okay, that's great. I believe God is the anchor of every prime gift and talent. Amen. Without God, nothing comes to man. So I believe that man is stewarded towards using these talents to God. Amen. And every little one whosoever is truthful in the smallest of things is entrusted with more. Amen. That's how the kingdom. That's true. Definitely. That's how the kingdom, for sure. That's how the kingdom works. So I believe people like Danilo and people like Brother Sam and Pastor, we all should come together, to write songs. Okay. So not just songs, but for great productions like this. Amen. So I believe that creative community, as we dwell together, we can create, because today's any home can become a church through media. Amen. That's true. Any person can become be preaching into places that they cannot go physically through live streams. Exactly. So I believe that every home, every mini church can turn into a global ministry that can impact through media. So I want to educate and empower these children through Unusuals Foundation, and also I want to bring down a lot of songwriters in the community, creators in the community, so that we can all create something that is blessing the global church. Amen. That is the project of Unusuals Foundation. ഓക്കെ, അൺയൂഷ്വൽസ് എന്ന് പറയുന്ന സംരംഭം, താലന്തുകളുള്ള മറഞ്ഞിരിക്കുന്ന ഒരുപാട് കഴിവുള്ള ചെറുപ്പക്കാർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവർക്ക് അവസരങ്ങൾ ലഭിക്കുന്നില്ല. അവരെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് മറ്റുള്ളവർ മുഖ്യധാരയിലേക്ക് ആരും തയ്യാറാകുന്നില്ല. അങ്ങനെയുള്ള ഒരു വിടവിലേക്ക് ആണ് പാസ്റ്റർ ഗിബ്സൺ ദുരായുടെ നേതൃത്വത്തിൽ അൺയൂഷ്വൽസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് വരുന്നതും അവിടെ ഇത്തരം താലന്തുള്ള ചെറുപ്പക്കാരെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാൻ, അവരുടെ കഴിവുകളെ പുറത്തെടുത്ത് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. ഒപ്പം തന്നെ ലോകമെമ്പാടും താലന്തുകളുള്ള കഴിവുള്ള ഇപ്പോൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന അനേക അഭിഷക്തരെ ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി അദ്ദേഹം ആ കാഴ്ചപ്പാടോടെ മുന്നോട്ട് പോകുന്നു. അതിനായിട്ട് നിങ്ങളാൽ കഴിയുന്ന തരത്തിലുള്ള എല്ലാ വിധത്തിലുള്ള പ്രാർത്ഥനകളും ആത്മീയവും ഭൗതികവുമായിട്ടുള്ള എല്ലാ സഹായങ്ങളും പ്രിയ ദേവദാസൻ നൽകണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. താങ്ക് യു so much, Pastor. Once again, from the deepest of our hearts, we want to thank you for spending 3 long episodes with us. It was definitely a great blessing to us, a church, and for all the people who watch these 3 episodes. And we wish you all the very best in 2026. Let God take you to greater heights. Amen. And help you to minister to many souls in
many parts of the world. We wish you very best. I want to extend my gratitude to Brother Danilo Danilis, who's a great support for us, and Brother Sobin on lead guitar. Thank you for watching us, and we will come back soon with an anointed man of God. Stay tuned to Baraka's Life from Heart to Soul. God bless you.